ഇപ്പം എൻ്റെ അടുത്ത് പേരൻസ് പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കുറച്ച് വഴക്കൊക്കെ പറയുമ്പം ആള് കേൾക്കും, കുട്ടികൾ കേൾക്കും എന്നുള്ളത്. ഇത് കുട്ടീനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ക്ലയന്റ് മിഡിൽ ഏജിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ആള് റിലേഷൻഷിപ്പ് അറൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ആൾക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പാർട്ട്ണർ വിചാരിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമില്ല ആളോട് എന്നുള്ളതൊരു ഇതാണ്. അപ്പം പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്രസീവ് അല്ല ഇയാൾ എന്നുള്ളത് ഭയങ്കര കൺസേൺ ആണ്. അപ്പൊ നമ്മൾ നോക്കിയപ്പം ആളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുടെ പാരന്റ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരുപാട് അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ട് വളർത്തിയ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. അപ്പം ചൈൽഡ്ഹുഡിൽ തൊട്ട് ആള് ഇമോഷൻസിനെ സപ്രസ് ചെയ്താണ് തുടങ്ങിയത്, ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ അത് ആളെ ലൈഫിലേക്ക് എഫക്ട് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആളൊരു റിലേഷൻഷിപ്പിൽ ആയപ്പോഴാണ്. ആള് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആൾക്ക് ആളുടെ ഇമോഷൻസ് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആളുടെ സ്നേഹം, ഇഷ്ടം ആളുടെ പാർട്ട്ണറോട് പോലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഇവരുടെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയൊരു പാരന്റിങ് മിസ്റ്റേക്ക് ആണല്ലേ. അപ്പം ലൈഫ് ലോങ് ആ ഒരു മിഡിൽ ഏജ് വരെ അത് അതിന്റെ ഒരു ഇമ്പാക്ട് എത്തി എന്ന് പറയുന്നത്